ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രീമിയം പ്രോജക്റ്റാണ്. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഇത്ര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വർക്കിന് വേണ്ടി എന്തായിരുന്നു ക്ലയൻറ്റിൻ്റെ ആവശ്യം? ഇത്രയും വലിയൊരു വീടാണ്, ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്ന ഒരു വീടാണ്. പുള്ളിക്ക് പൊളിക്കാൻ താല്പര്യമില്ല. അതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്ന കാര്യം. സർക്കിളും ഒരു ആർച്ചായിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഷിൻഡോ ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് കൊണ്ടുവന്നു? അതിന് പൊളിക്കേണ്ടി വരും. കാരണം ഇതിന് വേണ്ടത് മെയിൻലി ഒരു ക്യാരക്ടർ ചേഞ്ചാണ്. അപ്പോൾ അത് ഫുള്ള് പൊളിക്കാനായിട്ട് പുള്ളിക്ക് മാനസികമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെന്ത് പറഞ്ഞാലും അത് കൺവിൻസ്ഡ് ആവുന്ന ക്ലയൻ്റ് ആയിരുന്നു. അത് ഒരു ഡോം പോലെയായിരുന്നു. അതെ അതെ, ഈ സ്പേസ് അതിന് മോളിൽ കൂർത്ത് ഇരിക്കുന്ന രീതിയിലേക്കായിരുന്നു. ഇത് മിസ്റ്റർ ഷിറോസ് ആൻഡ് ഫാമിലിയുടെ ഞങ്ങൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രീമിയം പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിന് വേണ്ടി ക്ലയൻറ്റ് ഷിൻഡോയെ സമീപിച്ചപ്പോൾ ഏത് രീതിയിലാണ് ഇത് ഇത്ര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വർക്കിന് വേണ്ടി ഷിൻഡോ എങ്ങനെ ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്? എന്തായിരുന്നു ക്ലയൻറ്റിൻ്റെ ആവശ്യം? ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഗ്രൗണ്ട് തന്നെ ഏകദേശം റോട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 1.5 അടി പൊക്കിയിട്ടാണ്. ഇത് നേരെ 1.5 അടി താന്നിട്ടായിരുന്നു. ഓക്കെ ഓക്കെ. മെയിൻ റോട്ടിൽ നിന്ന് 1.5 അടി താഴ്ത്തായിരുന്നു. അപ്പോൾ ആ വെള്ളം മൊത്തം ഈ വീട്ടിലേക്ക് തന്നെ വരുന്നതായിരുന്നു ഫസ്റ്റ് ഞാൻ അവിടെ കയറി വന്നപ്പോൾ ഉള്ള സീൻ. പിന്നെ ഈ വീട് ഇപ്പോൾ ഈ കാണുന്ന ആ സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മൾ കാണുന്ന 3 സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ് അപ്പുറത്ത് വിസിബിൾ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും സ്റ്റെപ്പ് താഴ്ത്തായിരുന്നു. അപ്പോൾ വീട് പ്ലോട്ടൊക്കെ അവർ പൊക്കി വന്ന് വീട് ഏകദേശം വീടിൻ്റെ ഫ്ലോറും ഗ്രൗണ്ട് ലെവലും ഒരേ ലെവലിൽ നിന്നുള്ള ലെവലിലേക്കായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചത് റെനോവേറ്റ് ചെയ്യാനാണോ വീട് പൊളിച്ചു പണിയാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് പൊളിക്കാൻ താല്പര്യമില്ല. കാരണം പുള്ളിയുടെ അത്ര ക്വാളിറ്റിയിൽ പണിതേക്കുന്നൊരു വീടാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വീടാണ്, ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അത് ഫുള്ള് പൊളിക്കാനായിട്ട് പുള്ളിക്ക് മാനസികമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഇവിടെ ഒരു സർക്കിളും ഒരു ആർച്ചായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അത് എങ്ങനെ ഷിൻഡോ ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് കൊണ്ടുവന്നു? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഈ ക്ലയൻറ്റ് തന്ന ആ ഒരു ഫ്രീഡം, അതായത് പൊളിക്കാൻ ഞാൻ പറഞ്ഞു ഇത് റെനോവേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊളിക്കാൻ പറയുന്നതെല്ലാം പൊളിക്കേണ്ടി വരും. കാരണം ഇതിന് വേണ്ടത് മെയിൻലി ഒരു ക്യാരക്ടർ ചേഞ്ചാണ്. ആ വീടിൻ്റെ മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പിൽ, റൂഫ് വരെ സർക്കുലർ ഷേപ്പിലായിരുന്നു, ഒരു കോണിക്കൽ ഷേപ്പിൽ ഇരുന്നിട്ട് നമ്മുടെ ഒരു പിരമിഡിൻ്റെ ഒക്കെ ടോപ്പ് ഇരിക്കുന്ന പോലെയുള്ള റൂഫായിരുന്നു ഇവിടെ. അതും കോൺക്രീറ്റ് റൂഫ്. അപ്പോൾ ഈ സർക്കുലർ സ്പേസിനകത്ത് അതിനകത്ത് ആർച്ചും ഒക്കെ ആയിട്ട് അത് ഡിപ്പായിരുന്നു. ആ ഫ്ലോർ ഏരിയ ഒരു 45 സെൻറ്റിമീറ്റർ ഡിപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വെറുതെ പരന്ന് കിടക്കുന്നു, പ്രത്യേകിച്ച് അതുകൊണ്ട് യൂട്ടിലിറ്റി ഒന്നും ഇല്ലാത്തുള്ള അവസ്ഥയിലായിരുന്നു അകത്തും. പിന്നെ ഈ പുറത്തുള്ള ഈ ഷേപ്പാണ് ഈ വീടിൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു. അതിൻ്റെ മുകളിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥയ്ക്ക്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യാന്നുള്ളതായിരുന്നു ഈ വീട്ടിലെ ഫസ്റ്റ് കാര്യം. കാരണം ആ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാതെ നമ്മൾ എന്തൊക്കെ റെനോവേറ്റ് ചെയ്താലും അത് പഴയ വീടാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ ക്യാരക്ടർ ഫുൾ ചേഞ്ച് ചെയ്ത് അതിനെ സ്ട്രെയിറ്റ് ചെയ്തു. ഉള്ളിലുള്ള ഏരിയാസ് നമുക്ക് ഉള്ളിൽ ഉള്ളിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മളിപ്പോൾ ആ സർക്കിൾ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഫസ്റ്റ് ഇനീഷ്യൽ ടൈമിൽ ഞാൻ സൈറ്റ് വിസിറ്റ് വന്നപ്പോൾ ഈ വലിയൊരു ഹോളായിട്ടാണ് ഇത് കിടന്നത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സഗ്രേഷൻ വന്ന് നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇതെങ്ങനെ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്ന കാര്യം. ഞാൻ ഫസ്റ്റ് ടാസ്ക് പറഞ്ഞിരുന്നത് റെനോവേഷൻ വേണോ എന്നുള്ളത്. അത് അവസാനം പുള്ളി അടിവരയിട്ട് അത് തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് നമുക്ക് വേറെ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. പിന്നെ അതിനെ എത്രത്തോളം ഭംഗിയാക്കാന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കുറവുകളുണ്ടെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തു. ആ കുറവിൽ ഒന്ന് ഞാൻ പറഞ്ഞത് ഈ ഷേപ്പ്. ആ ഷേപ്പ് അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗം ഒരു 40 സെൻറ്റിമീറ്ററോളം 40-45 സെൻറ്റിമീറ്ററോളം ഡിപ്പായിരുന്നു. ആ ഭാഗം ചുമ്മാ വിശാലമായിട്ട് ഓപ്പൺ ചെയ്ത്, ഈ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ എല്ലാ ഭാഗവും കാണാമെന്നുള്ള ലെവലിൽ വിശാലമായി കിടക്കായിരുന്നു. ഇതിനകത്ത് ലൈറ്റ് പ്രോപ്പർ ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് സൗത്ത് സൈഡ് ആയതുകൊണ്ട് ഇവിടെ നിന്നുള്ള ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സർക്കിൾ വിൻഡോ ആയതുകൊണ്ട് അതിനകത്ത് ചെറിയ ചെറിയ വിൻഡോസ് ഒക്കെ വെച്ചിട്ട് അതിനകത്തോടുള്ള ലൈറ്റ്സ്. ഈ ഏരിയ ഒരു 1.5 ഫീറ്റ് ആയിരുന്നു. 1.5 ഫീറ്റിനകത്ത് ഒരു ഡോം പോലെയായിരുന്നു ഈ സ്പേസ്. അതിന് മോളിൽ കൂർത്ത് ഇരിക്കുന്ന രീതിയിലേക്കായിരുന്നു. അപ്പോൾ ഇത് ഡിപ്പായിട്ട് കിടക്കുന്നു, അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നു. ബെഡ്റൂം ഉൾപ്പെടെ എല്ലാ ഭാഗത്തേക്കും ഫുള്ള് വിസിബിലിറ്റി, അങ്ങനെയുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ഫില്ല് ചെയ്തു, ഈ ഷേപ്പ് ചേഞ്ച് ചെയ്തു. അതാണ് സ്ട്രക്ചറിൽ നമ്മൾ വരുത്തിയ ആദ്യത്തെ ചേഞ്ച്. പിന്നെ നമ്മൾ ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ് എന്നുള്ള ലെവലിലേക്ക് ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു സെപ്പറേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സെപ്പറേഷൻ കൊടുക്കുന്നത് കറക്റ്റ് നേരെ കയറി വരുന്നത് ഫ്രണ്ട് ഡോറിൻ്റെ മുമ്പിലേക്കാണ്. അപ്പോൾ ആ ഡോറിൻ്റെ അവിടേക്ക് വന്നിട്ട് നമ്മുടെ സെപ്പറേഷൻ വന്ന് ഇൻ്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്നുള്ളതുകൊണ്ട് നമ്മളതിനെ
പകുതി വരെ കൊണ്ടുവന്നിട്ട് അതിൽ വീണ്ടും ഒരു T ഷേപ്പിലേക്ക് അതിനെ പാർട്ടീഷനാക്കി. ആ T ഷേപ്പിലെ പാർട്ടീഷൻ T ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും കാണുമ്പോൾ നമുക്ക് ഒക്വേർഡ് ലുക്ക് വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ സൈഡിൽ ആർച്ച് ഷേപ്പിലാക്കിയിട്ട് രണ്ട് സൈഡും വളച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ അങ്ങനെ ഒരു പാർട്ടീഷൻ ഒന്നും തോന്നില്ല. ഇതൊരു പാഷ്യോ പോലെ ഫീൽ ചെയ്തു. നേരെ കയറുമ്പോൾ പാഷ്യോ, അകത്തേക്ക് കയറുന്നവർക്ക് ഈ സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോർമൽ ലിവിങ്ങിൽ ഇരുന്ന് പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. ഫാമിലി ലിവിങ്ങിലേക്കും വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് ഈ സൈഡിലേക്ക് പോവാം. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് കിട്ടി, അത് ഫോർമൽ ലിവിങ് ഏരിയ ആയിട്ട് കിട്ടി. ഇത് തന്നെ നമുക്കൊരു ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവര് പണ്ട് മുതലേ വീട് ഒറ്റ ഹോളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞാൻ കാണുന്നത് ആ ഒറ്റ ഹോളിന്നായിട്ട് കിടക്കുന്നതാണ് ഇവിടുത്തെ ഒരു ന്യൂനതായിട്ട് കാണുന്നത്. അവര് കാണുന്നത് എല്ലാവരും വരുമ്പോൾ ഇരിക്കാലോ, എല്ലാവരും വരുമ്പോൾ അവര് ഈ പുറത്തുള്ള മജ്ലിസ് ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ ഇത് പറയണത്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്കൊരു പ്രൈവസി ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് നന്നായിരിക്കും, അത് നിങ്ങൾ തീരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ്. പിന്നെ നമ്മളെന്ത് പറഞ്ഞാലും അത് കൺവിൻസ്ഡ് ആവുന്ന ക്ലൈൻ്റ് ആയിരുന്നു, നമ്മളൊരു കോൺഫിഡൻസ് ഉള്ള ക്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എലമെൻറ്റും അല്ലെങ്കിൽ ഏറ്റവും ഇവിടെ കൺവീനിയൻ്റ് ആയിട്ട് ഒരു ഗസ്റ്റ് വന്നാലും ഫാമിലിയിലുള്ള ആൾക്കാർക്ക് എഴുന്നേറ്റ് പോകണ്ട, അവർക്ക് കൂടി ഇരിക്കാം, TV കാണാം, ഗസ്റ്റ് വന്ന് അത് അവിടെ മാനേജ് ചെയ്ത് പോവാം എന്ന രീതിയിലേക്ക് അത് കിട്ടി. പിന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ ഒരു വോള് ഫുൾ, ഇവിടെ ഒരു വിൻഡോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടേക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല. അത് അത്രേ ഉള്ളൂ. ഇത് കോമ്പൗണ്ട് വാൾ ആയതുകൊണ്ട് അത്രയും ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്തു നമുക്കിതിനൊരു ഓപ്പൺനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫുൾ അങ്ങ് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് ഗ്ലാസ് കൊടുത്തിട്ട് ഇവിടേക്ക് ഒരു ആക്സസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ സൈഡിലേക്ക് അവിടേക്കൊക്കെ ഗാർഡനിലേക്കുള്ള പോവുകയും ചെയ്യാം. ഈ കോമ്പൗണ്ട് വാള് നമുക്കൊരു ഫീച്ചർ വാളാക്കി മാറ്റും ചെയ്യാം. ലൈറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് വീട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടൂല. ഇതിൻ്റെ ഒരു ഗുണമുള്ളത് മറ്റേത് സൗത്ത് സൈഡിലാണ് നമ്മുടെ പാഷ്യോ ഉള്ളത്. അപ്പോൾ ആ പാഷ്യോയിൽ പകൽ പോയി ഇരിക്കാൻ പറ്റില്ല, നല്ല വെയിലായിരിക്കും. ഇത് നോർത്ത് സൈഡ് ആയതുകൊണ്ട് ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു കോഫി ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് ഇരിക്കാം. അപ്പോൾ ക്ലയൻറ്റോട് താമസമുള്ള സമയത്ത് അവർക്ക് അങ്ങനെ ഇട്ടിട്ട് ഇരിക്കുകയും ചെയ്യാം. ഈ ഒരു ഏരിയനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം.